എല്ലാം കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തോഷിക്കുള്ളൂ എന്നും പറഞ്ഞാണ് നിങ്ങൾ ഇരിക്കണമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഒരിക്കൽ പോലും സന്തോഷിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് കിട്ടുന്ന കൊച്ചു കാര്യങ്ങളിൽ പോലും സന്തോഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ജീവിതത്തിൽ കുറച്ചൊക്കെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. എല്ലാം ഒന്നും എല്ലാവർക്കും ഒന്നും ലഭിക്കാറില്ലെന്നേ. അത് മാത്രം നമ്മൾ ചിന്തിക്കുക. എല്ലാം തികഞ്ഞവരായിട്ട് ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തുക. ആ സന്തോഷങ്ങൾ ഒരു ചെറിയ വിജയമാകട്ടെ, ചെറിയ ഒരു മിഠായി പാക്കറ്റ് കിട്ടിയാൽ പോലും അതിലും നമ്മൾ സന്തോഷിക്കാൻ ശ്രമിക്കുക. പരമാവധി ചിരി മുഖത്തുണ്ടാക്കാൻ ശ്രമിക്കുക. അത് കൃത്രിമമായിട്ട് തന്നെ ഉണ്ടാക്കിക്കൂ. അല്ലാതെ സ്വാഭാവികമായിട്ട് വരുന്നില്ലെങ്കിൽ എങ്ങനെ ചിരിക്കാനാണ്, എങ്ങനെ സന്തോഷിക്കാനാണ് എന്ന് പറയുന്നവരോട് ചുമ്മാ ചിരിക്കുക. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിരിച്ചു തുടങ്ങും. ആദ്യം തന്നെ ഒരു പതുക്കെ പതുക്കെ എല്ലാവരെയും കാണുമ്പോൾ നമ്മുടെ നേരെ നോക്കി അവരൊന്നും ചിരിക്കണമെന്നില്ലെന്നേ. ആരും ചിരിക്കുമൊന്നുമില്ല നമ്മുടെ നേരെ നോക്കി. ചിലർ നമ്മുടെ നേരെ നോക്കി പുഞ്ചിരിക്കും, ചിലർ നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് പോയി വലിയ ഗൗരവത്തിൽ കടന്നു പോകും. എങ്കിലും നമ്മളൊരു പുഞ്ചിരിയോടുകൂടി അവരുടെ നേരെ നോക്കുക എന്നോർത്തോണ്ട് അട്ടഹസിക്കാനല്ല. അപ്പോൾ അവരുടെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലോ ഒരു ചിരി സ്വാഭാവികമായിട്ടും അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒക്കെ ഉണ്ടാകും. ഞാൻ ചിരിച്ചു, അവർ ചിരിച്ചില്ലല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും ഇല്ലേ. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പിന്നെ ഒരു പുഞ്ചിരി, ഒരു സന്തോഷം നമ്മുടെ മുഖത്തുണ്ടാകും. നമ്മുടെ മുഖത്തുള്ള മസിലുകൾക്ക് ഒരു റിലാക്സ് കിട്ടുകയും ചെയ്യും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ ചിരിക്കുമ്പോഴും ഒത്തിരി നേരം ചിരിക്കുമ്പോഴും അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ സന്തോഷത്തോടെ വർത്തമാനം പറയുമ്പോഴും നമ്മുടെ കവിളുകൾക്ക് ഒരു ഒരു എന്നാ പറയണ ഒരു ചെറിയൊരു ഫീൽ അനുഭവപ്പെടാറില്ലേ? ഒന്ന് ഓർത്ത് നോക്കി, ഓ കവിളൊക്കെ കഴിച്ചു കേട്ടോ, ചിരിച്ചു ചിരിച്ചു മടുത്തു കേട്ടോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. എന്നാൽ ഒരു പൊട്ട ബുദ്ധി നമ്മൾ പറയാറുണ്ട്. എന്താണെന്നറിയാവോ? പണ്ടുകാലം തൊട്ട് ഇങ്ങനെ പറയണ ഒത്തിരി ചിരിച്ചാൽ കരയും കേട്ടോ എന്ന്. അതിലൊന്നും ഒരർത്ഥവുമില്ല. ഒത്തിരി ചിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കവിളുകൾക്കൊക്കെ ഒരു ചെറിയ വേദന പോലെ ഒരു തോന്നുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. ഒത്തിരി ചിരിച്ചു എന്നോർത്ത് ഒരു കുഴപ്പവും പറ്റുകയില്ല. നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിക്കുക തന്നെ ചെയ്യും. ധാരാളം വെള്ളവും കുടിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നല്ല കാര്യങ്ങൾ കണ്ട് നല്ല സംസാരങ്ങൾ സംസാരിച്ച് ഒക്കെ നമ്മൾ ഈ 2025 തൊട്ട് ഇപ്പം മാറിപ്പോവുകയാണല്ലോ അല്ലേ. നമ്മളെ ഇട്ടിട്ട് പോകാൻ തുടങ്ങുകയാണ് 25. അപ്പോൾ ആ 25ൻ്റെ അവസാനം തൊട്ട് നമ്മളൊരു തീരുമാനങ്ങൾ എടുക്കുക. തുടക്കം തൊട്ടല്ല, അവസാനം തൊട്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ അടുത്ത വർഷം 2026 നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കുക. നമ്മൾ പലപ്പോഴും, ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, 2025 കുറേ എക്സസൈസ് ചെയ്യണം, എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യണം, ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കണം, എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറണം, എല്ലാവരെയും ചേർത്ത് നിർത്തണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങും. എല്ലാവരോടുള്ള പിണക്കങ്ങൾ മാറ്റണം, പണം ഉണ്ടാക്കണം, സമ്പാദിക്കണം എന്നൊക്കെ. ഇതൊക്കെ തുടങ്ങണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം ഒന്നുകൂടെ പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് ഏതൊക്കെ കാര്യത്തിലാണ് നമുക്കുള്ളതെന്ന് നമ്മൾ ചുമ്മാ ഒന്ന് എഴുതി വെച്ച് നോക്കിക്കേ. ഒരു 100 കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. ആ സമയത്ത് നമുക്ക് വിഷമങ്ങൾ വരുന്ന കാര്യങ്ങൾ എഴുതി നോക്കി, അത് കുറച്ച് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ പ്രശ്നം. കുറച്ച് കാര്യങ്ങളും കുറച്ച് പ്രശ്നങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് നന്ദിയുള്ള കാര്യങ്ങളും നമുക്ക് ലഭിച്ച കാര്യങ്ങളും ഒത്തിരി നമുക്ക് എഴുതാൻ സാധിക്കും. അത് നമ്മൾ എഴുതി വെക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ എഴുതാൻ പറ്റില്ലാത്ത മടിയന്മാരാണെങ്കിലും മടിച്ചുകളും ആണെങ്കിലും നമ്മൾ ചിന്തിക്കുമെങ്കിലും ചെയ്യുക. എന്നിട്ട് നന്ദി പറയുക. ദൈവം ഇതൊക്കെ ഉണ്ടല്ലോ എനിക്ക് എന്നോർത്ത്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ, നമ്മളെ ഭക്ഷണം മോഷ്ടിച്ചൊന്നും ആരും കൊല്ലുന്നില്ലല്ലോ. അതിൽ നമ്മൾ ഭാഗ്യവാന്മാരല്ലേ. അപ്പം അതിലൊക്കെ നന്ദി പറയുക. അതൊക്കെ ഓർത്ത് നമ്മൾ സന്തോഷിക്കുക. ആർക്കെങ്കിലും ചെറിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ 2026 ചെയ്യാൻ സാധിക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞതിനെ ഓർത്തോ, ഇനി വരാനിരിക്കുന്നതിനെ ഓർത്തോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എനിക്കത് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. 2026 പ്ലാൻ അതായിരിക്കണം. അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അല്ലാണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യം അങ്ങനെ ചെയ്യണം എന്നോർത്തുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ടിറങ്ങുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ അത് നമുക്കെത്തും ഇല്ലേ. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാന്നൊക്കെ കേട്ടിട്ടില്ലേ. പിന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം ഈ വർഷം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക. കുറഞ്ഞ കടമെങ്കിലും ഒരു കുറോശയെങ്കിലും തീർത്തെടുക്കാൻ ശ്രമിക്കുക. ഓരോ കുഞ്ഞു കുഞ്ഞു കടങ്ങൾ ആദ്യം തീർത്തെടുക്കാനൊക്കെയുള്ള ശ്രമം നടത്തണം. അതിനുവേണ്ടി പ്രയത്നിക്കണം. അല്ലാതെ നടത്തും എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ നടത്തുകയില്ല. അത് ചിന്തിക്കണം. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് ചെയ്യണം എന്ന് തോന്നിയാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ മാറ്റിവെക്കുന്ന ശീലമുണ്ടെങ്കിൽ ഒരു കാലത്തും ആ കാര്യം നടക്കുകയില്ല. അപ്പോൾ
നമ്മളെന്താ തീരുമാനിക്കേണ്ടേ? ഈ 2026 നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഒരു എമർജൻസി ഫണ്ട് ഒരു 10,000 രൂപയെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെക്കണം. എല്ലാവരും പറയും 50,000 ഒരു 6 മാസത്തെ സാലറിയുടെ അല്ലെങ്കിൽ 6 മാസത്തെ വരുമാനത്തിൻ്റെ എന്നൊക്കെ പറയും. എങ്കിലും നമ്മുടെ കയ്യിൽ ഒരു 10,000 രൂപയെങ്കിലും നമുക്ക് അത്യാവശ്യ ഘട്ടം വരുമ്പോൾ എടുക്കാൻ പാകത്തിന് നമ്മുടെ കയ്യിൽ സമ്പാദിക്കുക. കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാക്കി വെക്കുക. മറ്റൊരാളുടെ മുമ്പിൽ അത്യാവശ്യത്തിന് പെട്ടെന്ന് പോയി കടം ചോദിക്കുക. 2,000, 1,000, 500 ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതേപോലെ നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും ഒക്കെ ഒന്ന് സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കുക. അവരിൽ നിന്ന് പല അനുഭവങ്ങളും ഉണ്ടാകും. പക്ഷേ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ ഇഷ്ടപ്പെടുക, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മളിൽ സന്തോഷം കണ്ടെത്തുക. ഈ 2026 അങ്ങനെയായിരിക്കണം. എപ്പോഴും നമുക്ക് ഹാപ്പി ഉണ്ടാകുന്ന സാധനങ്ങൾ, നമ്മൾ ഒരു കുഞ്ഞ് മിഠായി ആണെങ്കിൽ പോലും കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുമെങ്കിൽ അത് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ മേടിക്കുന്നതോ അല്ലെങ്കിൽ എന്താണെങ്കിലും അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. കൊച്ചു കൊച്ചു യാത്രകൾ പോവുക. വലിയ വിദേശത്തിന് പോകുന്നതല്ല, അടുത്തുള്ള സ്ഥലങ്ങൾ, നല്ല സ്ഥലങ്ങളിലൊക്കെ പോയി കാണാനും അവിടുത്തെ സന്തോഷങ്ങൾ കണ്ടെത്താനും ഒക്കെ ശ്രമിക്കുക. ബസ് കയറി പോകുന്ന ദൂരം മതിയെന്നേ, ബസ് കയറി പോയാൽ മതി. അല്ലെങ്കിൽ ഓട്ടോറിക്ഷ, സ്കൂട്ടർ, ബൈക്ക് എന്താന്ന് വെച്ചാൽ അത് മതി. അല്ലാണ്ട് നമ്മൾ വലിയ ബെൻസേല അല്ലെങ്കിൽ വലിയ പൈസക്കാർക്ക് പറഞ്ഞേക്കണ കാര്യങ്ങളൊന്നുമല്ല. സാധാരണക്കാർക്കും പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമ്മൾ മറ്റുള്ളവരെ നോക്കി ജീവിക്കാതിരിക്കുക. നമ്മളെ കണ്ട് മാത്രം നമ്മൾ വളരുക. നമുക്കിതേ ഉള്ളൂ, നമ്മുടെ വരുമാനം ഇതേ ഉള്ളൂ എന്ന് ഓർത്ത് അതിൽ ജീവിക്കാൻ ശ്രമിക്കുക. ചെലവുകൾ ചുരുക്കുക. നമുക്ക് അനാവശ്യമായിട്ടുള്ള ആഗ്രഹത്തിന് മേടിച്ച് കഴിക്കുന്നതിലും അല്ലെങ്കിൽ ആഗ്രഹത്തിന് ചിലവാക്കുന്നതിനുമല്ല, അനാവശ്യമായ ചിലവുകൾ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുവരിക. കുറച്ച് സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക. മ്യൂച്വൽ ഫണ്ട് പോലുള്ള സംഭവങ്ങൾ തുടങ്ങുക. ബാങ്കുകളിലൊക്കെ പോയാലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏജൻസികളൊക്കെ ഉണ്ട്, അവരുടെ അടുത്ത് പോയി 100 രൂപയ്ക്കോ അല്ലെങ്കിൽ 500 രൂപയ്ക്കോ നമ്മൾ കിട്ടുന്ന വരുമാനം ഇട്ട്, RD ആണേലും മതി, പോസ്റ്റ് ഓഫീസിൽ ഇപ്പം ഇഷ്ടംപോലെ നല്ല സ്കീമുകളൊക്കെ ഉണ്ട്, അതൊക്കെ ചേരുക. അപ്പോൾ തന്നെ നമ്മളിലൊരു മാറ്റം സമ്പാദിക്കണം എന്നുള്ള ശീലം ഉണ്ടാകും, നമ്മുടെ ജീവിതം മാറും. പിന്നെ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് നമ്മൾ നിർത്തുക. നമ്മുടെ വീട്ടിലും ഉണ്ടല്ലോ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇല്ലേ, അതന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനം കിട്ടും. അതുകൊണ്ട് നമ്മൾ പുറമേയുള്ളവരുടെ കാര്യങ്ങളോ മറ്റുള്ളവരെയോ നോക്കി ജീവിക്കുന്നത് നിർത്തിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുക. നമ്മുടെ വീട്ടിലുള്ളവരെ ചേർത്ത് നിർത്തുക. ഈ 2026 നമുക്കങ്ങനെ. അതേപോലെ എപ്പോഴും സന്തോഷിക്കണം കേട്ടോ. ഒരു കൊച്ചിനൊരു വിജയം ഉണ്ടായാൽ പോലും അവനൊരു മിഠായി മേടിച്ചു കൊടുക്കുകയോ ഒരു പെൻസിൽ മേടിച്ചു കൊടുക്കുകയോ അവനിഷ്ടമുള്ളൊരു സാധനം മേടിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുക. നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷങ്ങളുണ്ടായാലും നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് വേണം കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നന്ദി ഉണ്ടായിരിക്കണം. 1 രൂപ നമുക്ക് കിട്ടിയാൽ പോലും നമ്മൾ നന്ദിയുള്ളവരായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇത് 1 രൂപയല്ലേ എന്നോർത്തുകൊണ്ട് തള്ളിക്കളയാ. ആ 1 രൂപ 1 കോടിയിലെ ഒരംഗമാണെന്ന് നമ്മൾ, അല്ലെങ്കിൽ ലക്ഷങ്ങളിലെ ഒരംഗമാണ് ആ 1 രൂപ. അപ്പം അത് നമ്മൾ എന്താ പറയണേ, സന്തോഷത്തോടെ സ്വീകരിക്കുക. നമുക്ക് കിട്ടിയ വെള്ളത്തിനും നമുക്ക് കിട്ടിയ വസ്ത്രങ്ങൾക്കും ഭക്ഷണങ്ങൾക്കും, നമ്മൾ കണ്ടിട്ടില്ലേ ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിലും ഒക്കെ ആൾക്കാരെ തല്ലിക്കൊല്ലുന്ന നാടാണിത്. അപ്പം നമുക്ക് കിട്ടുന്ന ഓരോന്നിനും അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതിനൊക്കെ കേട്ടോ. അപ്പം നമ്മുടെ ജീവിതം ഈ 2026 മനോഹരമായി തീരും. നമ്മളിലേക്കൊരു ഓജസ്സും തേജസ്സും സൗന്ദര്യവും ഒക്കെ വരും. നമ്മളിങ്ങനെ നന്ദി പറഞ്ഞ് ഓരോ കാര്യത്തിനും, അസുഖങ്ങളില്ലാത്ത നല്ലൊരു ദിവസം തന്നതിന് രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കാൻ നേരത്തും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. നമ്മുടെ ജീവിതം മാറും, ഉറപ്പായ കാര്യമാണ്. ഒന്ന് ചെയ്തു നോക്കിക്കേ എന്തൊക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും പുതുവത്സര ആശംസകൾ. എല്ലാ നന്മകളും എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓക്കെ, ബൈ ബൈ.